സമസ്ത ഉള്ളത് കൊണ്ടാണ് ഇവിടെ ബിദ്അത്തിന് സമൂഹത്തിന്റെ ഗാത്രത്തിന്റെ അകത്തേക്ക് കാലെടുത്ത് വെക്കാൻ പോലും കഴിയാതെ ഇങ്ങനെ പ്രതിരോധിച്ചു നിർത്തുന്നത്. സമസ്ത തകർന്നാൽ ദീന് തകരും, എന്നാൽ സത്യം തകരാതെ സമസ്ത തകരില്ല എന്നതിന് കാലം സാക്ഷിയാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഉമ്മത്ത് എങ്ങനെ നശിക്കും? ഈ ഉമ്മത്തിനെ ആർക്ക് നശിപ്പിക്കാൻ കഴിയും? ഈ ഉമ്മത്തിന്റെ തുടക്കക്കാരൻ ഞാനാണ്, ഇതിന്റെ മധ്യത്തിൽ ഇമാം മഹ്ദിയാണ്, ഇതിന്റെ അവസാനത്തിൽ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇങ്ങനെ നേതൃത്വം നൽകുന്ന സുശക്തമായ സുഭദ്രമായ ഈ കോട്ടയെ ആർക്ക് തകർത്തെറിയാൻ കഴിയുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകുമ്പോ ദീർഘമായ ദുആയിൽ ഒരു വരി, അല്ലാഹുവേ ഈ പ്രസ്ഥാനത്തിന്റെ നായകത്വം ഇമാം മഹ്ദിയിലേക്ക് എത്തിക്കണേ എന്ന് ഖുതുബുസ്സമാൻ ദുആ ചെയ്തപ്പോ അന്നത്തെ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കളുടെ കൂട്ടത്തിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ് ആമീൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ നേതാക്കളെയും അതാത് കാലഘട്ടങ്ങളിലുള്ളവരെ പഠിച്ചു നോക്കൂ. എന്തിനേറെ പറയണം, നമ്മുടെയൊക്കെ നാടുകളിൽ വളരെ ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചു പോയ പൂർവികരെ എടുത്തു നോക്കൂ. അവർ നാടന്മാരാകട്ടെ, ഉമറാക്കളിൽപ്പെട്ടവരാവട്ടെ, സാധാരണ ഒരു മദ്രസ മുഅല്ലിമ് പോലും ആവട്ടെ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാവട്ടെ, അവരുടെയൊക്കെ മരണം പോലും വലിയ അംഗീകാരം ജനഹൃദയങ്ങളിൽ അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി മരണപ്പെട്ടു പോകാനുണ്ടായ കാരണം ഈ വിശുദ്ധമായ സന്ദേശ കൈമാറ്റത്തിൽ അവർ ഭാഗവാക്കായി എന്നതുകൊണ്ടാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുനാ വളവണ്ണ ഉസ്താദിന്റെ കൂടെയൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗമായി നമുക്ക് നേതൃത്വം നൽകിപ്പോയ ബഹുമാനപ്പെട്ട മലപ്പുറത്തെ കുഞ്ഞാണി മുസ്ലിയാർ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞാണി ഉസ്താദ് മുഹറം മാസം 17-നാണ് വഫാത്താകുന്നത്. ഇക്കഴിഞ്ഞ മുഹറം 17-ന് അദ്ദേഹത്തിന്റെ 1ാമത്തെ ആണ്ട് കഴിഞ്ഞു. മരണം കഴിഞ്ഞപ്പോ വീടിലെ അദ്ദേഹത്തിന്റെ റൂം വൃത്തിയാക്കുന്ന നേരം, വസ്ത്രങ്ങളൊക്കെ അലക്കി വൃത്തിയാക്കി പുസ്തകങ്ങളും കിതാബുകളും ഒക്കെ അടുക്കിപ്പെറുക്കി വെക്കുന്ന നേരം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു ഡയറി വീട്ടുകാർക്ക് കണ്ടുകിട്ടി. ആ ഡയറി ഇങ്ങനെ മറിച്ചു നോക്കുകയാണ്. വാപ്പ എന്തൊക്കെയാണ് കുറിച്ചു വെച്ചിട്ടുള്ളത് അറിയണമല്ലോ. അവരിങ്ങനെ എടുത്തു നോക്കിയപ്പോ ഡയറിയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു 4-5 പോയിന്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. വളരെ മനോഹരമായ അറബിയിൽ എഴുതി വച്ചിരിക്കുന്നു. അവരിങ്ങനെ നോക്കി അത് വായിച്ചു. അതിലെഴുതിയിട്ടുണ്ട്, ഞാൻ ആദ്യമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത്. നന്നായി ശ്രദ്ധിക്കണം. ജീവിതകാലത്ത് ഒരാളോടും പറയാതെ രഹസ്യമാക്കി വെച്ച് വേണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകരുടെ പേരിലുള്ള ഈ ഒരു വസ്തുത പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ കച്ചവടച്ചരക്കാക്കി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ആരോടും പറയാതെ ഹൃദയത്തിൽ ഒരു നിധിയായി സൂക്ഷിച്ച് തന്റെ ഡയറിയിൽ മാത്രം രേഖപ്പെടുത്തിയത് മരണാനന്തരം കണ്ടുകിട്ടിയപ്പോ അതിലെഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ആദ്യമായി ഞാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത് വെല്ലൂർ ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്താണ്. ആരാ കണ്ടത്? നമുക്ക് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമായ മലപ്പുറം ജില്ലക്കാരനായ കുഞ്ഞാണി മുസ്ലിയാർ. കഴിഞ്ഞ മുഹറം 17-നാണ് 1ാമത്തെ ആണ്ട് പൂർത്തിയായത്. കഴിഞ്ഞില്ല, വീണ്ടും 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 നമ്പറിട്ട് എഴുതിയിട്ടുണ്ട്. പറയുന്നുണ്ട്, തങ്ങളെ കണ്ടപ്പോ തങ്ങളെ ഞാൻ ആലിംഗനം ചെയ്തപ്പോ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സൗരഭ്യമാണ് ഇങ്ങനെ അടിച്ചു വീശിയത്. എനിക്ക് മതി വരുന്നതിന്റെ മുമ്പേ തങ്ങൾ ഇങ്ങനെ പോയി. മറ്റൊരു ഭാഗത്ത് കാണാം, എന്നെ കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണം. അള്ളാഹുവിന്റെ കാര്യത്തിൽ തഖ്വ കൊണ്ട് എന്നോട് വസിയത്ത് ചെയ്തു. അവസാനം കണ്ട സമയത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, തങ്ങൾ എന്റെ മുൻപിലേക്ക് അവിടുത്തെ തിരുകരം ഇങ്ങനെ നീട്ടിപ്പിടിച്ചു തന്നു. ഞാൻ ആ കരം ഗ്രഹിച്ചു, കരം ചുംബിച്ചു. എനിക്ക് മതി വന്നില്ല. അപ്പോഴേക്ക് തങ്ങൾ അവിടുത്തെ കൈ വലിച്ചു. അകലേക്ക് അങ്ങനെ മാഞ്ഞു പോയി. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം നിങ്ങൾ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയെന്നവർ നേതൃത്വം നൽകിയ പ്രസ്ഥാനം മാ അന അലൈഹി വ അസ്ഹാബി, ഞാൻ നടന്ന വഴി, ആ വഴി ഏതാണ് എന്ന് നമുക്കിടയിൽ ജീവിച്ചു മരണപ്പെട്ടു പോയ മഹാനായ ഉസ്താദ് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു പോകുമ്പോ ഈ ആദർശ വിശുദ്ധി വേറെ എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് തേടാനുള്ളത്? നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ നമ്മൾ ഇവിടെ പറഞ്ഞു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നേതൃത്വം നൽകുന്ന സമസ്തയുടെ ഉലമാക്കൾ, ഉമറാക്കൾ നിഷ്കളങ്കമായി നിഷ്കപടമായി ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നവർ, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
കരിഞ്ചോല ദുരന്തം കോഴിക്കോട് ജില്ലയിൽ നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒരു മലമ്പ്രദേശം ഒന്നാകെ അടിയിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങിപ്പോയ ഒരു സാഹചര്യം. കരിഞ്ചോല ദുരന്തത്തിന്റെ ദൃക്സാക്ഷികൾ എഴുതി വെച്ചത് ഇന്നും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഒരുപാട് സന്നാഹങ്ങൾ, ഒരുപാട് സേവകർ വന്ന് മണ്ണിന്റെ അടിയിൽ ചേറിൽ പൊതിഞ്ഞു പോയ ആളുകളുടെ മൃതശരീരങ്ങൾ വാരിയെടുക്കുന്നതിന് വേണ്ടി, സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒറ്റ രാത്രി വെളുത്തപ്പോഴേക്ക് ഒരുപാട് കുടുംബങ്ങൾ മണ്ണിന്റെ അടിയിൽ പുതഞ്ഞു പോയ ഘട്ടം. ഒരുപാട് നേതാക്കൾ അങ്ങോട്ട് കയറി വന്നു. രാഷ്ട്രീയ പ്രവർത്തകന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, സാമൂഹിക സേവകർ, ഗവൺമെന്റ് ഒഫീഷ്യൽസ് പലരും കടന്നു വന്നു. ആ കൂട്ടത്തിലേക്ക് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒരു സംഘവും അങ്ങോട്ട് കയറി വന്നു. കയറി വന്നപ്പോ കുറച്ചാളുകൾ പറഞ്ഞു, തങ്ങളെ അവരുടെ സങ്കടമാണ്, വീട്ടുകാർ പലരും കാണാതായിട്ടുണ്ട്, ശരീരം കിട്ടണം, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ തങ്ങൾ ഇങ്ങനെ കുറച്ചു സമയം മൗനിയായി. എന്നിട്ട് തങ്ങൾ ഒരു നിശ്ചിത ഭാഗത്തേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട്, ഇന്നും ദൃക്സാക്ഷികൾ ജീവിച്ചിരിപ്പുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജീവിച്ചിരിപ്പുണ്ട്. ആ തങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ കുളിച്ചോളൂ എന്ന്, നിങ്ങൾ അവിടെ കുളിച്ചോളൂ. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു വീട്ടിലെ കുറച്ച് ആളുകളെ ആ ഭാഗത്ത് നിന്നാണ് തങ്ങളെ കിട്ടിയത്, ഇനി അവിടെ കുഴിച്ചിട്ട് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ കുഴിച്ചോളിൻ എന്ന് പറഞ്ഞിട്ട് ഒരു അല്പഭാഗത്തേക്ക് മാറി നിന്ന് ആ പ്രദേശത്തുകാർക്ക് വേണ്ടി ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട തങ്ങൾ പോയി. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോ ആ ഭാഗത്ത് ഇങ്ങനെ കുഴിച്ച് താഴേക്ക് പോയി. 2-3 മണിക്കൂർ പിന്നിട്ടപ്പോ 1 അല്ല 2 അല്ല 3 അല്ല 4 മയ്യിത്തുകൾ ആ ഭാഗത്ത് നിന്നാണ് തെരഞ്ഞെടുത്തത്, തോണ്ടിയെടുത്തത് എന്ന് ദൃക്സാക്ഷികൾ വിവരിച്ചത് ഇന്നും രേഖയായി കിടക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, ചില്ലറക്കാരനല്ല കപ്പിത്താൻ, ചില്ലറക്കാരനല്ല നായകൻ, അള്ളാഹുവിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ തർബിയത്തിന്റെ പരിലാളനയേറ്റ് ഇന്നും തങ്ങൾ ഉസ്താദ് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മളൊന്നുമല്ല ഇത് നയിക്കുന്നത്, മഹാന്മാർ, പൂർവികർ, ശൈഖുനാ ശംസുൽ ഉലമ അടക്കമുള്ള മഹത്തുക്കൾ, അവരാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് എന്ന് തങ്ങൾ ഉസ്താദ് പലവരും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ആ കൂട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഒരു നേതാവിനെ, നമ്മുടെ അടിമകളിൽ നിന്ന് നാം യോഗ്യത നൽകിയ ആളുകൾ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ പറയാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. തങ്ങൾ ഉസ്താദാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. കൂടെ നിൽക്കണം, നിഷ്കളങ്കമായി നിഷ്കപടമായി കൂടെ നിൽക്കാൻ കഴിയണം. ചതിയുടെ ലാഞ്ചനകൾ, വഞ്ചനയുടെ ലാഞ്ചനങ്ങൾ എങ്ങാനും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ബിദ്അത്ത് കടന്നു വരുന്നു, അവരുടെ ആശയങ്ങൾ, അവരുടെ വ്യാഖ്യാനങ്ങൾ, അവരുടെ ആഖ്യാനങ്ങളൊക്കെ പല കുതന്ത്രങ്ങളിലൂടെ ഉമ്മത്തിന്റെ ഗാത്രങ്ങളിലേക്ക് കടന്നു വരാൻ പലരും അതിന് വഴിവെട്ടിക്കൊടുക്കുമ്പോ അത് കണ്ടില്ലെന്ന് നടിച്ച് നേതൃത്വത്തെ പിന്നിൽ നിന്നെങ്ങാനും വഞ്ചിക്കുന്ന സ്വഭാവം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അള്ളാഹുവിനോട് നാളെ മറുപടി പറയേണ്ടി വരും. വരാൻ പോകുന്ന ഉമ്മത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞു പോയ അഇമ്മത്തുകൾ, നമ്മുടെ ഉലമാക്കൾ, ഉമറാക്കൾ, കഷ്ടപ്പെട്ടു പോയ ബഹുമാനപ്പെട്ടവർ, അവർക്കൊക്കെ മറുപടി പറയാൻ, അവരോടൊക്കെ അനീതി കാണിച്ചതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുൻപിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൂർവികരൊക്കെ നിന്നതുപോലെ ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കുടുംബം, അവിടുത്തെ തർബിയത്തിന്റെ പരിലാളനയേറ്റ് വളർന്നു വന്നപ്പോഴാണ് ഈ ഉമ്മത്തിന് ഖായിദ് എന്ന സ്ഥാനത്തേക്ക് ഉയരാൻ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് കഴിഞ്ഞത്. ആ തങ്ങൾക്ക് ഉമ്മത്തിന്റെ മനസ്സിൽ അല്ലാഹു തആല ഖബൂലിയത്ത് നൽകിയത്, അവസാനം അന്ത്യവിശ്രമം കൊള്ളാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ കാലിന്റെ ചോട്ടിൽ 6 അടി മണ്ണ് അല്ലാഹു തആല നൽകിയത് ഈ പ്രസ്ഥാനമാകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ കോട്ടയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുഭദ്രമായ കൊട്ടാരമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശാശയങ്ങൾക്കൊപ്പം ഉറച്ചു നിന്നു എന്നതിന്റെ പേരിലാണ് പുതിയ മാളിയേക്കൽ അഹമ്മദ് സയ്യിദ് പൂക്കോയ തങ്ങൾ, PMS പൂക്കോയ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നത് നമുക്ക് ഓർമ്മയില്ലേ? പാണക്കാട്ട് വലിയ തങ്ങൾ അതാണ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ സമാന്തരമായി വന്ന സംഘങ്ങളെ അന്ത്യനാൾ വരെ വരാനിരിക്കുന്നതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് കറാമത്തിന്റെ ഉടമയെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന പൂക്കോയ തങ്ങൾ പറഞ്ഞത്. അഖില അകലെ എന്ന് വെച്ചാൽ സമസ്തക്ക് സമാന്തരം നിൽക്കുന്ന സകലം അകലെ. ആ വർത്തമാനം നമ്മൾ പുലരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ശേഷം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ഉമ്മത്തിന്റെ നായക പരിവേഷത്തിലേക്ക് കടന്നു വന്നു. നമ്മൾ കണ്ടിട്ടില്ലേ? അനിവാര്യമായ എന്നാൽ വലിയ പ്രയാസമുണ്ടാക്കിയ ഒരു പിളർപ്പിന്റെ ഘട്ടത്തിൽ പോലും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമസ്തയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഉമ്മത്തിനോട് ആഹ്വാനം ചെയ്തത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഒരു
ഭാഗത്തെ വിശ്രുതമായ ഒരു യതീംഖാനയുടെ ജനറൽ ബോഡി നടക്കുമ്പോ അതിന്റെ പ്രസിഡന്റായ തങ്ങൾ, ആ ജില്ലയുടെ ഖാദിയായ തങ്ങൾ, ഞാൻ അതിന്റെ തൊട്ടപ്പുറത്ത് പഠിക്കുന്ന കാലമാണ്. ബഹുമാനപ്പെട്ടവർ കയറി വന്നപ്പോ ബിദഈ ആശയക്കാരായ പലരുമുണ്ട്. നേരെ കയറി വന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ സലാം പറഞ്ഞതിന്റെ ശേഷം തന്റെ ഊഴമെത്തിയപ്പോ കയറി നിന്ന് തങ്ങൾ ആദ്യം പറഞ്ഞത്, ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കുന്നവർ ഇരുന്നാൽ മതി, അല്ലാത്തവർക്ക് പുറത്തു പോകാം. അതാണ് ആർജവം. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഉരുക്കു കോട്ടയുടെ കാവൽക്കാരനായിരുന്നു സയ്യിദ് ഉമർ അലി ശിഹാബ് എന്ന് നമ്മൾ ഇപ്പോഴും വലിയ ആർജവത്തോടുകൂടെ പറയുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തും ദീനും തന്നെയായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനുവേണ്ടി പ്രയത്നിച്ചപ്പോ മരണം നേരത്തെ മുന്നിൽ കണ്ട് തന്റെ വീടിന്റെ മുൻവശം മുഴുവനും വൃത്തിയാക്കി ബഹുമാനപ്പെട്ട തങ്ങളെ, തന്റെ മരണം, തന്റെ ജനാസ കാണാൻ വരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ കാലെ കൂട്ടി കണ്ടറിഞ്ഞ് ഒരുക്കി കൂട്ടിവെച്ച് റജബ് 1 രാവും വെള്ളിയാഴ്ച രാവും ഒത്തുണങ്ങിയ ശുഭരാത്രിയിൽ അള്ളാഹുവിന്റെ ലിഖായിലേക്ക് പോയി ആദരണീയനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. നോക്കൂ, നമ്മൾ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് പറയുമ്പോ വല്ലാത്ത ഒരു ഊർജം ഇങ്ങനെ സിരകളിലൂടെ പടർന്നു പന്തലിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സയ്യിദുൽ ഉമ്മ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ ആലപ്പുഴയുടെ മണൽത്തരികളെ സാക്ഷിയാക്കിയിട്ടല്ലേ 90ാമത് വാർഷിക ഐതിഹാസിക മഹാസമ്മേളനത്തിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാമത് വാർഷിക പ്രഖ്യാപനം നടത്തിയത്. ആ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ, ഇങ്ങനെ സാദാത്യങ്ങളുടെ സാന്നിധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയതിന് പോലും അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മണ്ണിൽ നിന്നുകൊണ്ടല്ലേ 100ാമത്തെ വാർഷികം പ്രഖ്യാപിച്ചത്. അന്ന് നോക്കൂ നിങ്ങൾ, എത്ര ക്ഷീണിതനാണ് സയ്യിദ് അവർകൾ, എത്ര വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ദീർഘമായ യാത്ര നടത്തി ബഹുമാനപ്പെട്ടവർ ആ സംസാരിക്കുന്നതിന് വേണ്ടി മൈക്കിന്റെ മുൻപിലേക്ക് വന്നത്. അവിടെ വലിയ ആർജവത്തോടുകൂടെ തങ്ങൾ പറഞ്ഞ വാക്കോർമ്മയില്ലേ, സമസ്ത ഒന്നേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ തക്ബീർ ആരവത്തോടുകൂടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉമ്മ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വാക്കുകളെ വിശ്വാസികളായ നാം നെഞ്ചേറ്റെടുത്തത്. അത് പുലരുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് അവർകളിലൂടെ ആ ഒരു വലിയ മഹാസംഗമം ഈ നാടിനെ സാക്ഷിയാക്കി നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ച ആ സമ്മേളനം കാസർഗോഡ് വെച്ച് നടക്കാൻ പോവുകയാണ്. പറഞ്ഞു വന്നത്, ഈ നേതൃത്വം വരെയും അള്ളാഹുവിന്റെ പ്രവാചകർ മുതൽ അതിനപ്പുറവും നമ്മൾ വിശുദ്ധമായ സന്ദേശത്തിന്റെ കൈമാറ്റക്കാരായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നേതൃഗുണങ്ങൾ ഒത്തവർ നേതൃത്വം നൽകിയ പ്രസ്ഥാനം. ഇൻഷാ അല്ലാഹ് നമ്മളിൽ അർപ്പിതമായ കടമ ഈ ഉലമാഇന്റെ പുറകിൽ നിൽക്കലാണ്. അവരെന്താണോ തീരുമാനിക്കുന്നത്, സമസ്ത ഒരു തീരുമാനം പറഞ്ഞാൽ, സമസ്തയുടെ 40 അംഗ മുശാവറ കൂടി ഒരു തീരുമാനമെടുത്തിട്ട് ഉമ്മത്തിനോട് പറഞ്ഞാൽ അത് ഉമ്മത്തിന്റെ ഇജ്മാ ആണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമുക്ക് വിജയമുള്ളത്. മുഹീസുന്ന ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന് ജീവിപ്പിച്ച് മരണപ്പെട്ടു പോയ അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ, ബഹുമാനപ്പെട്ടവരെ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഒരു പരിപാടിക്ക് വേണ്ടി സംഘാടകർ ക്ഷണിച്ചപ്പോ ത്വരീഖത്തുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അവർ ക്ഷണിച്ചപ്പോ അങ്ങോട്ട് പോകാൻ ഏറ്റു ബഹുമാനപ്പെട്ട ഉസ്താദ് ആലുവ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട്. പിന്നെയാണ് സമസ്ത അവർക്കെതിരെ തീരുമാനമെടുക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. സംഘാടകർ വന്നു, കണ്ടു. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്, എന്തേ ഉസ്താദെ ഞങ്ങൾക്കുള്ള കുഴപ്പം? സ്വാഭാവിക ചോദ്യം, എന്തേ ഞങ്ങൾക്കുള്ള കുഴപ്പം? ഉസ്താദ് ആലിമാണല്ലോ, ആരിഫാണല്ലോ, കുഴപ്പങ്ങൾ എണ്ണി എണ്ണി പറയാൻ കഴിയുമായിരുന്നല്ലോ. പക്ഷേ അത്തിപ്പറ്റ ഉസ്താദ് എന്ന മഹാൻ ബഹുമാനപ്പെട്ടവർ കൂടെ വഫാത്തായ മാസത്തിലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹുയുടെ മദദും ഫൈദും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദ് പറഞ്ഞ വാക്ക്, നിങ്ങളുടെ കുഴപ്പം എന്താണെന്നൊന്നും എനിക്കറിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ പിഴച്ചവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം എനിക്കിനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ കൂടെ ഉറച്ചു നിന്നവരാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവിടെ നിൽക്കാൻ കഴിയണം. അല്ലാതെ സമസ്ത ഒരു തീരുമാനം പറയുമ്പോ, ചില ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോ, ചില പ്രസ്ഥാനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോ, അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോ, ഞാനും സമസ്തക്കാരനാണ്, പക്ഷേ ആ തീരുമാനം ശരിയായില്ല, ഈ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നത് ശുദ്ധ കാപട്യമാണ്, നിഫാഖാണ്. ആ നിഫാഖിനെ തൊട്ട് അല്ലാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. മരണം വരെ പ്രസ്ഥാനത്തിന് കൂടെ ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച് നല്ല ജീവിതവും നല്ല മരണവും അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.